ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ജയിലിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ആർക്കും റെക്കോർഡ് തകർക്കാൻ പറ്റാത്തൊരാളിവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ജയിലിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തിനാണ് അനീഷ് താങ്കളെ ഇങ്ങനെ എല്ലാവരും കൂടി നോമിനേറ്റ് ചെയ്യുന്നത് ജയിൽ ടാസ്കിന് വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഞാനാണോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ടാസ്ക് എല്ലാം ചെയ്യുന്നില്ലേ, പണികളെല്ലാം ചെയ്യുന്നില്ലേ, മോഷ്ടിക്കുന്നില്ലല്ലോ, സ്ത്രീകൾ അസഭ്യം പറയുന്നില്ലല്ലോ, സമയത്തിന് ഉറങ്ങുന്നില്ലേ, സമയത്തിന് എണീക്കുന്നില്ലേ എന്നൊക്കെ അന്വേഷിച്ച് ചോദിക്കുന്നില്ല. ഇതൊന്നും എന്നോടല്ല പറയുന്നത്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് ചോദിക്കൂ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നത്, എന്താ അതിലെയാണ് ഒരാൾ ചെയ്ത ആൾ, എന്തിനാണ് ഈ അനീഷിനെ എപ്പോഴും ജയിലിൽ പറഞ്ഞു വിടുന്നത്? അതിലെ പറയേണ്ടത് തെറ്റിദ്ധരിപ്പിക്കൽ കൂടുതലാണ് ലാലേട്ട. വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ ഉള്ളൂ. എന്ത് പറയുന്ന ഒരാൾ പറയേണ്ടത് പറഞ്ഞ ആൾ ഒറ്റ പോക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബുവിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്തിനാണ് താങ്കൾ ഇത് ചെയ്തത്? കടി കാരണം തന്നെ ലാലേട്ട, എല്ലാവരും പിടിച്ച് കടിക്കുന്നു, എൻ്റെ മീറ്റിംഗ് കൊളാക്കുന്നു. പിന്നെ അനുമോളെ ഞാൻ ചെയ്തിട്ടുണ്ട് ലാലേട്ട. ഇഷ്യൂ നടന്നതിന് ശേഷം കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു അനുമോൾക്ക് ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് ഇറങ്ങി പോവാണ് അനുമോൾ ചെയ്തത് ഡ്യൂട്ടിയിൽ നിന്ന്. പിന്നെ രാത്രി നന്മമരം കളിക്കുന്നു, അക്ബറായിട്ട് രാവിലെ തല്ലുകൂടുന്നു, രാത്രി അവർ വിളിക്കും വേഗം ഓടി ചെല്ലുന്നു. അപ്പോൾ ഈ രണ്ട് വിരോധാഭാസം കണ്ടപ്പോഴാണ് ഞാൻ ചെയ്തതെന്ന് പറയുന്നു. അക്ബർ പറയുന്നു, ഈ അനുമോൾ ഗെയിം കളിക്കാൻ നിൽക്കുമ്പോൾ എന്നെ തെറ്റായ പല വർത്തമാനങ്ങളും പറഞ്ഞു, ബസ്സിൽ നിൽക്കുന്ന പൂവാലന്മാരെ പോലെ ഇതാക്കി. പക്ഷേ അത് കഴിഞ്ഞ് ലക്ഷ്മിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ബ്രഹ്മാണ്ഡ നടനമാണ് അവിടെ നടത്തിയത് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. പിന്നെന്താണ്, ഇങ്ങനത്തെ കുറേ സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവരൊക്കെ ഈ പുരുഷന്മാരെ കുറേ കുറ്റം പറയുന്നില്ല, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് സോറി പറയണമെന്ന് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലക്ഷ്മി പറയുന്നുണ്ട്, ഈ ഒരു മാട്രിമോണിയൽ സൈറ്റ് അല്ല ഇത് എന്ന് അനുവിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ അനുവിൻ്റെ നല്ലത് മാത്രം പറയാൻ വേണ്ടി ക്യാമറ ഫോക്കസ് ചെയ്യിക്കുകയാണ്, അനുവിനെ മാത്രം നല്ലത് പറയാം അവിടെ നടന്നിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അനുവിനെ ഞാൻ പറഞ്ഞു വിട്ടതെന്ന് പറയുന്നുണ്ട്. മാട്രിമോണിയൽ സൈറ്റ് അല്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അനീഷിനൊരു സമ്മാനമുണ്ട്, ഒന്ന് പോയി നോക്കൂ. ജയിലിൽ കിടന്നതിന് അനീഷിന് ഏറ്റവും കൂടുതൽ റെക്കോർഡാണ് ഭേദിച്ചിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷും എല്ലാവരും കൂടിയിട്ട് ജയിലിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ട്. അനീഷാണ്. അപ്പോൾ ബിഗ് ബോസ് വിളിച്ചു പറഞ്ഞു, ഈ ജയിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് അനീഷാണെന്ന് പറയുന്നു. അങ്ങനെ നാടൻ മുറിച്ച് ഉദ്ഘാടനം ചെയ്തപ്പോൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? അനീഷ് ഈ ജയിലിൻ്റെ ഐശ്വര്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അനീഷ് മനസ്സ് തകർന്നു. എന്നിട്ട് ടാസ്ക് ഒക്കെ കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, ഞാനാണോ ജയിലിൽ കിടക്കേണ്ടത്? എൻ്റെ പൊന്നു ബിഗ് ബോസേ ഒന്ന് പറയൂ എന്നൊക്കെ പറയുന്നുണ്ട്.